ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മുടെ ട്രിപ്പിൻ്റെ 2ാം ദിവസമായി ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ ഫ്രഷപ്പായി വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ പോകുന്നത് മൂന്നാർ ലോക്കൽ സൈറ്റ് സീൻ ഏരിയയിലേക്കാണ്. അങ്ങനെ ഇനി ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഗസ്റ്റ് വരാൻ വൈകിയപ്പോൾ ഞാൻ ഈ കുഞ്ഞന്മാരൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു. ഇവന്മാർ റിസോർട്ടിലുള്ളതാണ്. ഇതിൻ്റെ അകത്തൊരു കുഞ്ഞനിരിപ്പുണ്ട്. ഇവൻ റിസോർട്ടുകാരോട് ചോദിച്ചപ്പോഴത്തേക്കും 4 ദിവസമായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടപ്പോൾ ഗസ്റ്റിൻ്റെ വിളി വന്നു. ഇനി ഞങ്ങൾ യാത്ര പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ. ഗസ്റ്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗ് വൈബ് തരാം എന്നുള്ളത്. അങ്ങനെ നമ്മൾ മോർണിംഗ് വൈബിലേക്കുള്ള കാഴ്ചയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ആ വൈബ് കേട്ടോ. ഇത് ഒരു തേയിലത്തോട്ടമാണ്. രാവിലെ ഇത് കാണിച്ചപ്പോൾ തന്നെ ഗസ്റ്റ് വളരെ ഹാപ്പിയായി കേട്ടോ. ഇത് മൂന്നാറിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലങ്ങളിലൊന്നാണ്. മൂന്നാറിൽ പോകുന്നവരെല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മൂന്നാറിലെ ഗ്യാപ്പ് റോട്ടിലെ ഈ തേയിലത്തോട്ടം. അതിനുശേഷം അവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് മൂന്നാറിലെ ജീപ്പ് സഫാരിയാണ്. ഇവർ 4 പേരാണ് നമ്മളുടെ ഗസ്റ്റ്. അങ്ങനെ നമ്മൾ ഏകദേശം 35 മിനിറ്റ് യാത്രയോടെ ജീപ്പ് സഫാരിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതിനുശേഷം അവർ ജീപ്പ് സഫാരിക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ സമയം കൃത്യം 11:13 ആ ടീമെ ഞാനങ്ങനെ അവരെ ജീപ്പ് സഫാരിക്കൊക്കെ കയറ്റി വിട്ടു. ഇനി അവർ വരുന്നവരെ നമുക്ക് ഏതെങ്കിലും തണലുള്ള സ്ഥലം നോക്കി വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു തണലുള്ള പാർക്കിംഗ് കിട്ടി. അപ്പോഴാണ് ഞാൻ പൂക്കളൊക്കെ കാണുന്നത്. പിന്നെ ജസ്റ്റ് ഈ പൂക്കളെല്ലാം ചെറിയൊരു വീഡിയോ ആക്കി കുറച്ച് നേരം കളിച്ചിട്ട് രസിച്ചൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ ലഞ്ച് കഴിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ ടീമെ ഊണ് കഴിക്കാനായിട്ടുള്ള പോക്കാണ്. സമയം ഏകദേശം 1 മണിയായേ. സ്ഥിരമായി കഴിക്കാറുള്ള ഒരു നല്ലൊരു ഊണ് കിട്ടുന്ന ഹോട്ടലുണ്ട്, അങ്ങോട്ടാണ് എൻ്റെ യാത്ര. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് ഞാൻ സ്ഥിരമായി ഊണ് കഴിക്കുന്ന കടയിടും. ഇവിടുത്തെ ഊണ് നല്ലൊരു അടിപൊളി ഊണ് തന്നെയാണ്. ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ആനച്ചാൽ ഭാഗത്താണ്. ഇതാണ് ഹോട്ടൽ ശ്രീലക്ഷ്മി. അങ്ങനെ എനിക്കുള്ള ഊണ് വന്നേ. അങ്ങനെ ഊണൊക്കെ കഴിച്ച് ഊണ് കാലിയാക്കിയതിന് ശേഷം കറക്റ്റ് ടൈമായിരുന്നേ. അപ്പോഴത്തേക്കും ഗസ്റ്റ് ജീപ്പ് സഫാരി കഴിഞ്ഞ് വന്നിരുന്നു. അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ മഴ. ഇപ്പോൾ മഴയുടെ സീസൺ അല്ലെങ്കിലും മൂന്നാറിൽ അത്യാവശ്യം മഴയുണ്ട്. അങ്ങനെ ഗസ്റ്റ് പറഞ്ഞു ഇന്നിനി ഒരു പരിപാടിയും വേണ്ട, നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം എന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ. നാളെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.